കോഴിക്കോട് പന്നിയങ്കരയിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ ശശിയുടെ മരണം അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് റീപോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. ശശിയുടെ കൂടെ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്ത റഹീം അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യ വിശദാംശങ്ങൾ. അനീഷ, പന്നിയങ്കരയിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിലായിരുന്നു ശശിയെ കണ്ടെത്തിയിരുന്നത്. ഇയാളുടെ കൂടെ ജോലി ചെയ്യുകയും ഈ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയും കൂടാതെ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തിരുന്ന റഹീം എന്നയാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. ഇയാളെ ഒരു വഴിയിൽ വെച്ച് ഈ കുറച്ച് ആളുകൾ ചേർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും പിന്നീട് ഇയാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ റഹീം മരിച്ചിരുന്നു. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ശശി ഈ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന്റെ കാരണം വ്യക്തമല്ലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഇരുവരും ജോലി ചെയ്തിരുന്ന പന്നിയങ്കരയിലെ ശ്രീനാരായണ ഹോട്ടൽ താൽക്കാലികമായി അടച്ചിടുകയും ഇത് കൂടാതെ തന്നെ ഈ ശശിയുടെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഫലത്തിൽ ഇപ്പോൾ ഹൃദയാഘാതം തന്നെയാണ് മരണകാരണം എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും ഈ കൂടെ തന്നെ ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്നുമൊക്കെ വെള്ളത്തിന്റെയൊക്കെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കും അയച്ചിരുന്നു. അതിന്റെയൊക്കെ വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ശശി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചല്ല എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അനീഷ.